ബിജെപി എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രം നിലനിൽപ്പുള്ള ഒരു പാർട്ടിയാണ്. ശശി തരൂർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നരേന്ദ്രമോദി ഏത് സ്കീമിലാണ് ഒരു മുസ്ലിം സമുദായക്കാരനെ ഒരു ക്രിസ്ത്യൻ സമുദായക്കാരനെ വേർതിരിച്ചു കണ്ടത്? ഇപ്പൊ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പൈസ 2000 രൂപ വെച്ച് ബാങ്ക് അക്കൗണ്ടിൽ പോകുമ്പോൾ അത് ക്രൈസ്തവനാണോ പോകുന്നത് മുസ്ലിമിനാണോ നോക്കിയിട്ടുണ്ടോ? അതാ പറഞ്ഞത്, ഒരു ഇമേജ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. രാഷ്ട്രീയം. കാരണം എല്ലാവരും ഈ കോൺഗ്രസ് ഇടതുപക്ഷം കരുതുന്നത് ബിജെപി ഇപ്പൊ നല്ല രീതിയിൽ വളർന്നു വരുന്നു. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 20% വോട്ടുണ്ട്. ക്രൈസ്തവർ ബിജെപിയോട് അടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു സ്ഥാനം പോകുമോ എന്നുള്ള ഒരു ഭയം കാരണം അവർ ക്രൈസ്തവരെ കാലങ്ങളായിട്ട് ഭയത്തിൽ നിർത്തുകയായിരുന്നു. ബിജെപി വന്നാൽ അങ്ങനെ സംഭവിക്കും. ബിജെപി ഞാൻ ചോദിച്ചിട്ട് നരേന്ദ്രമോദി 11 വർഷമായി കേരളത്തിൽ എന്താണ് ഏത് ക്രൈസ്തവന് എന്ത് പ്രശ്നം സംഭവിച്ചത്? അല്ലെങ്കിൽ പോട്ടെ, ഇന്നലെ മനോരമയുടെ ഹോർത്തൂസിന്റെ പരിപാടിക്കകത്ത് ശശി തരൂർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നരേന്ദ്രമോദി ഏത് സ്കീമിലാണ് ഒരു മുസ്ലിം സമുദായക്കാരനെ ഒരു ക്രിസ്ത്യൻ സമുദായക്കാരനെ വേർതിരിച്ചു കണ്ടത്? ഇപ്പൊ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പൈസ 2000 രൂപ വെച്ച് ബാങ്ക് അക്കൗണ്ടിൽ പോകുമ്പോൾ അത് ക്രൈസ്തവനാണോ പോകുന്നത് മുസ്ലിമിനാണോ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നാഷണൽ ഹൈവേ പണിയുമ്പോൾ അല്ലെങ്കിൽ വന്ദേ ഭാരത് കൊടുക്കുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾ കയറുന്നുണ്ടോ അങ്ങനെ പറയാറുണ്ടോ? ഇത് പറഞ്ഞ ശശി തരൂരാണ്, ഞാനല്ല. അപ്പം അങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇവിടെ ജനങ്ങളെ പേടിപ്പിച്ചു നിർത്തുന്നതിന്റെ ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടായിരുന്നു.